ഇത് ഒരു മെട്രിക്സ് ഒന്ന് റീഡ് ചെയ്യാനും ആ മെട്രിക്സ് ഫോർമാറ്റിൽ അതൊന്ന് പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മെട്രിക്സിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ റോ മാക്സ് കോൾ മാക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ അറേ ചെയ്ത സിംഗിൾ ഡയമെൻഷനിൽ അറേ ചെയ്ത സമയത്ത് ഇങ്ങനെ അറേയുടെ സൈസ് നമ്മൾ ഒരു സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ഞാനിവിടെ സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്തു എന്ന് മാത്രം. 5 റോസ് ആൻഡ് 5 കോളംസ് ആണ് മെട്രിക്സിൻ്റെ സൈസായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാൻ പോണേ. അപ്പോൾ അത് സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് നേരത്തെ ഡിഫൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഡിക്ലറേഷൻ നോക്കുക. MAT എന്നാണ് മെട്രിക്സിൻ്റെ പേര്. അതിൻ്റെ സൈസ് ഓഫ് റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോ മാക്സ് ആണ് 5 ആണ്. ദെൻ കോളം സൈസ് എന്ന് പറയുന്നത് കോൾ മാക്സ് ആണ് 5. ഇപ്പോൾ 5 എന്ന് പറഞ്ഞിട്ടാണ് മെട്രിക്സ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇത് 5 റോസ് ആൻഡ് 5 കോളംസ് ഉണ്ട്. ടോട്ടൽ 25 എലമെൻറ്റ്സ് മെട്രിക്സിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. 25 അതിൽ കുറവ് എത്ര എലമെൻറ്റ്സ് ആണെങ്കിലും സ്റ്റോർ ചെയ്യും. ദെൻ IJ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് മെട്രിക്സ് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് 2 ലൂപ്പ്, അതായത് ഒരു നെസ്റ്റഡ് ലൂപ്പ് ആവശ്യമുണ്ടാവും. അതിൻ്റെ ലൂപ്പ് വേരിയബിൾസ് ആയിട്ടാണ് Iയും Jയും എടുത്തത്. ദെൻ റോ ആൻഡ് കോൾ, ഇത് രണ്ടും മെട്രിക്സിൻ്റെ ആക്ച്വൽ റോസ് ആൻഡ് കോളംസ്, അതായത് എത്ര വാല്യൂസ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യണം. മാക്സിമം സൈസ് അല്ല, റിയലി നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എത്ര വാല്യൂസ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ആ റോ ആൻഡ് കോളമാണ് റോ കോൾ. അപ്പോൾ ആദ്യം തന്നെ റോ കോൾ എന്ന് പറഞ്ഞ 2 വേരിയബിൾസിനകത്തേക്ക് വാല്യൂ റീഡ് ചെയ്തു, അതായത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദി മെട്രിക്സ്. അത് റീഡ് ചെയ്യാനായിട്ട് ഒരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു. റോ കോൾ എന്ന് പറഞ്ഞത് സ്കാൻഎഫ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു. ഇനി റോയും കോളവും റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സിനകത്ത് മൊത്തം റോ ഇൻറ്റു കോളം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് 2, 3 എന്നാണ് റീഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ 2 × 3 6 എലമെൻറ്റ്സ് ആയിരിക്കും മെട്രിക്സിൽ ഉണ്ടാവുക. അത് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോവുകയാണ് ഈ ലൂപ്പ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് അതിനൊരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു, എൻ്റർ %d എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ്, അതായത് എൻ്റർ 6 എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ് എന്നാണ് വരേണ്ടത്. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഇൻറ്റു കോളം. അപ്പോൾ പുറത്ത് റോ ഇൻറ്റു കോളം കൊടുത്തു. %dയുടെ പ്ലേസിൽ വരേണ്ടത് റോ ഇൻറ്റു കോളമാണ്. ഇനി റീഡ് ചെയ്യാനുള്ള ലൂപ്പ്, നമ്മൾ ഒരു 1 ഡയമെൻഷനിൽ അറേ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒറ്റ ലൂപ്പ് കൊടുത്തു. കാരണം അതിൻ്റെ ഇൻഡെക്സ് 0 മുതൽ n-1 വരെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷനിൽ അറേയുടെ ഇൻഡെക്സ് വരുന്ന സമയത്ത് ഒരു റോ നമ്പറും ഉണ്ട്, കോളം നമ്പറും ഉണ്ട്. അപ്പോൾ റോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് കൊടുത്തു, അതാണ് ഈ ഔട്ടർ ലൂപ്പ്. അതായത് 0th റോ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0th റോയിലെ എല്ലാ എലമെൻറ്റ്സും റീഡ് ചെയ്യണം. ദെൻ ഫസ്റ്റ് റോ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സ് റീഡ് ചെയ്യണം. ആ ഓർഡറിലാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോണത്. അപ്പോൾ റോ ആദ്യം 0 വരണം, പിന്നെ 1 വരണം, 2 വരണം, അങ്ങനെ റോ -1 വരെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ്. റോ ഇൻഡെക്സ് ആയിട്ട് I ആണ് എടുക്കുന്നത്. I0 മുതൽ റോ -1 വരെ പോണ ലൂപ്പ് എഴുതി. ഇനി 0th റോ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 0th എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് അങ്ങനെ വരണം. അതായത് അതിൽ കോളം നമ്പേഴ്സാണ്. അപ്പോൾ കോളം നമ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളം ഇൻഡെക്സ് ആയിട്ട് J എടുത്തു. J 0 മുതൽ കോളം -1 വരെയാണ് പോണത്. അപ്പോൾ അത് ഇന്നർ ലൂപ്പായിട്ട് കൊടുത്തു. പിന്നെ നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ പ്രോഗ്രാംസൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ലൂപ്പിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. ഇനി അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ I0 ആവുന്ന സമയത്ത് J 0 മുതൽ കോളം -1 വരെ പോകും. I1 ആകുമ്പോൾ J 0 മുതൽ കോളം -1 വരെ, അങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ റോ ബൈ റോ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് ഓഫ് MAT എന്നാണ് മെട്രിക്സിൻ്റെ പേര്. മെട്രിക്സ് ഓഫ് IJ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ 0 0 0 1 0 2 ദെൻ 1 0 1 1 1 2 ആ ഓർഡറിലായിരിക്കും ഇത് റീഡ് ചെയ്യുക. അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സും നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ജസ്റ്റ് ആ മെട്രിക്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിനൊരു ഹെഡിങ് കൊടുത്തു, ദി മെട്രിക്സസ് എന്ന് പറഞ്ഞിട്ട് 2 സ്ലാഷനും കൊടുത്തു, 2 ലൈനൊന്ന് വിടാൻ വേണ്ടിയിട്ട്. അതിന് താഴെയാണ് നമ്മൾ ഇനി മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഈ ലൂപ്പും നമ്മൾ പാറ്റേൺ പ്രിൻറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് പറയുന്നില്ല. പാറ്റേൺ പ്രിൻറ്റിങ്ങിൻ്റെ ലിങ്കും കൂടെ ഇതിന് താഴെ ഇടാം, അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ഇതിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്ക് റോ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം നമ്പർ ഓഫ് കോളംസ് ആണുള്ളത്. അപ്പോൾ റോ വരെ പോണ ഔട്ടർ ലൂപ്പ് എഴുതി, കോളം വരെ പോണ, അതായത് റോ -1 വരെ പോണ ഔട്ടർ ലൂപ്പും കോളം -1 വരെ പോണ ഇന്നർ ലൂപ്പും എഴുതി. ഇതിനകത്ത് ഓരോ മെട്രിക്സ് ഓഫ് IJയുമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓരോ റോയും കഴിഞ്ഞാൽ ഒരു റോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് വരണം.
അതായത് ഈ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്രയും ടൈംസാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 0th റോയിൽ 5 കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വാല്യൂസ് പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ വന്നിട്ട് വീണ്ടും 5 വാല്യൂസ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു റോയിലെ ഫുൾ കോളംസും അതായത് ഫുൾ വാല്യൂസും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻറ്റ് സ്ലാഷിൻ കൊടുത്തത്. അപ്പോൾ ഇത് ഒരു റോ പ്രിൻറ്റ് ചെയ്യും അടുത്ത ലൈനിലേക്ക് വരും, വീണ്ടും അടുത്ത റോ പ്രിൻറ്റ് ചെയ്യും അടുത്ത ലൈനിലേക്ക് വരും, അങ്ങനെ പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് കൊടുത്തത്. ഇത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഈ ഔട്ടർ ഫോർ ലൂപ്പിൽ എന്നുള്ളതുകൊണ്ട് ഇതിന് കേളി ബ്രേസ് ഇട്ടു. ഇതിനകത്ത് ഇന്നർ ഫോർ ലൂപ്പിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേളി ബ്രേസ് ഇടാഞ്ഞത്. അതുപോലെ ഈ റീഡ് ചെയ്യാനുള്ള ലൂപ്പിലും ഫസ്റ്റ് ഫോർ ലൂപ്പിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ഇന്നർ ഫോർ ലൂപ്പാണ്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സ്കാൻഎഫ് ആണ്. അതുകൊണ്ടാണ് കേളി ബ്രേസ് ഇടാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേളി ബ്രേസ് ഇടാം. അപ്പോൾ ഇത്രയാണ് ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പറയാനുള്ള. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, ഓക്കെയാണ്, റൺ ചെയ്തു. എൻ്റർ ദി നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദി മെട്രിക്സ്. റോ ഞാൻ 2 എന്ന് കൊടുത്തു, ദെൻ കോളം 3. അപ്പോൾ എൻ്റർ 6 എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ് ആണ്. അപ്പോൾ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാണ്. 1 2 3 4 5 6 എലമെൻറ്റ്സ് എൻ്റർ ചെയ്തു. ഇത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് 6 എലമെൻറ്റ്സ് മെട്രിക്സ് ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ 6 എലമെൻറ്റ്സ് കൊടുത്തു. അത് വന്ന ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് റോയിലേക്കാണ് ആദ്യത്തെ 3 എലമെൻറ്റ്സ് പോയത്, പിന്നെ സെക്കൻഡ് റോയിലേക്കാണ് പോയത്. കാരണം നമ്മൾ റോ വൈസ് ആണ് റീഡ് ചെയ്തത്. ആദ്യം ഐ എന്ന് പറഞ്ഞിട്ട് റോയ്ക്ക് വേണ്ടി ഒരു ലൂപ്പ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ കോളത്തിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് റോ വൈസ് ആണ് റീഡായി. അപ്പോൾ ഇവിടെ നമ്മളത് റീഡ് ചെയ്തു, അത് മെട്രിക്സ് ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്തു, ഇത്രേ ചെയ്തുള്ളൂ. പിന്നെ നമുക്ക് മെട്രിക്സിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റീഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് അത് എന്ത് ഫോർമാറ്റിലാണ് ആ മെട്രിക്സ് ഇരിക്കുന്നതെന്ന് അറിയണ രീതിയിൽ റീഡ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിങ്ങനെ എൻ്റർ കീ അടിച്ചിട്ട് താഴെ റീഡ് ചെയ്യാതെ ഇതെല്ലാം കൂടെ മെട്രിക്സ് ഫോമിൽ തന്നെ നമുക്ക് റീഡ് ചെയ്യാം. അതായത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എൻ്റർ ചെയ്യും. ഇപ്പോൾ ഇവിടെ എൻ്റെ 6 എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ താഴെയായിട്ടാണ്, അതായത് ഓരോ നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ കീ അടിക്കുക ചെയ്തത്. അതിന് പകരം നമുക്ക് ഒരു സ്പേസ് ഉണ്ടായാൽ മതി. ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടാബോ അല്ലെങ്കിൽ എൻ്റർ കീ ഏത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ട് ഒരു ടാബ് പ്രസ് ചെയ്യാണ്. സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഇതാണ് ഫസ്റ്റ് റോ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റോ അടുത്ത ലൈനിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെ എങ്ങനെയാണ് മെട്രിക്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എൻ്റർ ചെയ്യുകയാണ്. മെട്രിക്സ് നമ്മൾ എൻ്റർ ചെയ്ത പോലെ തന്നെയാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാമാണ്, ഇപ്പോൾ നിങ്ങൾ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 5x5 മെട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ ആ 5x5 മെട്രിക്സിൻ്റെ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അത് ആ മെട്രിക്സ് ഫോമിൽ തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ മെട്രിക്സ് എൻ്റർ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഇനി വേറെ പ്രോഗ്രാംസ് മെട്രിക്സിൻ്റെ മുകളിൽ ഓപ്പറേഷൻസൊക്കെ വേറെ വീഡിയോസ് ആയിട്ട് ഇടാം.